ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഒരു സ്ത്രീയുടെ മനസ്സിൽ എന്താണ് നടക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലേ? അതിന് അവൾ പറയുന്ന വാക്കുകൾ മാത്രം ശ്രദ്ധിച്ചിട്ട് കാര്യമില്ല. മറിച്ച് ഞാൻ ഈ പറയാൻ പോകുന്ന സൈക്കോളജിക്കൽ കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇതിനെ ക്ലിയർ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അവൾ പറയുന്ന വാക്കുകളേക്കാൾ കൂടുതൽ അവളുടെ ഇമോഷൻസ് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇതിന്റെ ഒരു ഉദാഹരണമായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു കാര്യം, ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറിനോട് നീ ഓക്കെ ആണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് മേ ബി അവർ ഓക്കെ ആയിരിക്കില്ല. പക്ഷെ അവർ നമ്മളോട് പറയുന്നത് ഞാൻ ഓക്കെ ആണ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ളതായിരിക്കും. പക്ഷെ നമ്മൾ അത് കേട്ട് തിരിച്ചു പോരാൻ പാടുണ്ടോ? ഇല്ല. അവരുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ്, അതുപോലെ അവർ ഏതൊരു സിറ്റുവേഷനിലാണ് ഇപ്പൊ ഇരിക്കുന്നത് എന്നുള്ളത് നമുക്ക് അവരുടെ മുഖത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതേപോലെ അവരുടെ ആ ഒരു വോയിസ് ടോണിൽ ഉണ്ടായിരിക്കും അവർ പറയുന്ന ആ ഒരു കാര്യത്തിൽ എത്രമാത്രം സത്യമുണ്ട് എന്നുള്ളത്. സോ ഒരിക്കലും നമ്മൾ വയ്യാണ്ടിരിക്കുന്ന ഒരാളോട് പോയിട്ട് നിങ്ങൾ ഓക്കെ ആണോ ചോദിച്ചു കഴിഞ്ഞാലും അവർ ഞാൻ ഓക്കെ ആണ് എന്ന് തന്നെയാണ് പറയുന്നത്. സോ നമ്മൾ അവരുടെ വാക്കുകളിൽ ഫോക്കസ് ചെയ്യാതെ അവർ ഏതൊരു സിറ്റുവേഷനിലാണ് അല്ലെങ്കിൽ അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഏതൊരു ഇമോഷണൽ സ്റ്റേറ്റിലാണ് എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇനി രണ്ടാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആക്റ്റീവ് ലിസണിങ് ചെയ്യുക എന്നുള്ളതാണ്. ഈ ആക്റ്റീവ് ലിസണിങ് എന്ന് പറയുമ്പോൾ ഇത് പല പുരുഷന്മാർക്കും ഇപ്പൊ അറിയാത്തൊരു കാര്യമാണ്. അതായത് ഇപ്പൊ നിങ്ങളുടെ പാർട്ട്ണറോ അല്ലെങ്കിൽ നിങ്ങളുടെ വൈഫോ നിങ്ങളോട് വന്നിട്ട് ഒരുപാട് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും. അപ്പൊ അവർ വന്നിട്ട് നിങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് മേ ബി അവരുടെ ഒരു പ്രോബ്ലം ആയിരിക്കും നിങ്ങളോട് വന്ന് പറയുന്നത്. അപ്പോ പല പുരുഷന്മാരും ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ്, അവരിപ്പോ വന്നിട്ട് പറയാണ് അവരുടെ ഓഫീസിലെ ഒരു പ്രശ്നമാണെന്ന് വിചാരിച്ചു. ഇങ്ങനെ ഓഫീസിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് വന്നിട്ട് നിങ്ങളോട് പറയുന്ന സമയത്ത് നിങ്ങൾ അവരോട് പറയാണ് അതിന് നീ ഇങ്ങനെ ചെയ്താൽ മതി, അപ്പൊ അതിന് സൊല്യൂഷൻ ആയില്ലേ, അല്ലെങ്കിൽ ഈ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ നിനക്കത് സോൾവ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ ഈ രീതിയിൽ ലോജിക്കലി തിങ്ക് ചെയ്തിട്ട് അവരോട് സംസാരിക്കുകയാണ്. അതായത് അതിനൊരു ലോജിക്കൽ ആയിട്ടുള്ള ഒരു മറുപടി, ഒരു സൊല്യൂഷൻ നിങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ പാർട്ട്ണർ അവിടെ സാറ്റിസ്ഫൈ ആവില്ല. കാരണം ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവൾക്കറിയാം എന്തൊക്കെ കാര്യങ്ങൾ എവിടേക്കാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അവൾ പറയുന്ന ഒരു പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് അവൾക്ക് അറിയായിരിക്കും. പക്ഷെ പിന്നെയും അവൾ നിങ്ങളോട് വന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു ഇമോഷണൽ സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അവൾ നിങ്ങളോട് വന്ന് സങ്കടം പറയുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് പോട്ടെ, കുഴപ്പമില്ല, ഞാനില്ലേ നിന്റെ കൂടെ, നിനക്ക് എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും നിനക്ക് എന്നോട് വന്ന് പറഞ്ഞൂടെ, നമുക്കിത് ഒന്നിച്ച് സോൾവ് ചെയ്യാം, ഇത്ര പറഞ്ഞാൽ മതി. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഈ ഒരു വാക്ക് കേൾക്കാൻ വേണ്ടിയിട്ടാണ് പലപ്പോഴും സ്ത്രീകൾ നിങ്ങളോട് വന്ന് ഈ ഒരു വിഷമം പറയുന്നത്. അപ്പൊ ആസ് എ പാർട്ട്ണർ എന്നുള്ള രീതിയിൽ നിങ്ങൾ ലോജിക്കലി തിങ്ക് ചെയ്യാതെ ഇമോഷണലി അവർക്ക് സപ്പോർട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ അവർ ഹാപ്പി ആയിക്കോളും. ഇനി മൂന്നാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അവളുടെ ബിഹേവിയറിൽ വരുന്ന മാറ്റങ്ങളാണ്. ഇപ്പൊ നിങ്ങളുടെ വൈഫ് നിങ്ങളോട് ഒരുപാട് സംസാരിച്ചിരുന്ന ഒരാളാണെന്ന് വിചാരിക്കുക, പെട്ടെന്ന് അവള് സൈലന്റ് ആവുന്നു, നിങ്ങളോട് സംസാരിക്കുന്നത് കുറയ്ക്കുന്നു, ആവശ്യങ്ങൾക്ക് വേണ്ടി, അതായത് എന്തെങ്കിലുമൊക്കെ നോർമൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് അവൾ നിങ്ങളോട് സംസാരിക്കുന്നതെന്ന് വിചാരിക്കാം. അവൾ സോഷ്യൽ മീഡിയയിൽ വളരെയധികം ആക്റ്റീവായിട്ട് നിന്നിരുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം. മേ ബി അവർ പെട്ടെന്ന് സോഷ്യൽ മീഡിയ ഒക്കെ ഒഴിവാക്കി ഒതുങ്ങിക്കൂടാനായിട്ട് ശ്രമിക്കുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലായി ഈ ഒരു സ്ത്രീ അല്ലെങ്കിൽ നമ്മുടെ ഭാര്യയ്ക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ഇവൾ എന്തിനാണ് ഇങ്ങനെ ചുരുങ്ങാനായിട്ട് ശ്രമിക്കുന്നത് എന്നുള്ള ഒരു കാര്യം നമ്മുടെ മൈൻഡിൽ വരും. പല ആളുകളും ഇത് ശ്രദ്ധിക്കാറില്ല. നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രമേ ഇത് മനസ്സിലാവുള്ളൂ, അവരുടെ സ്വഭാവത്തിൽ വരുന്ന മാറ്റം. അപ്പോൾ അത്തരത്തിൽ അവർ മാറ്റങ്ങൾ കാണിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവരോട് പോയിട്ട് ചോദിക്കാം, നിന്റെ പ്രശ്നം എന്താണെന്ന് ചോദിക്കാം. അങ്ങനെ ചോദിക്കുന്ന സമയത്ത് അവരൊരിക്കലും പറയില്ല എനിക്ക് ഇന്ന പ്രശ്നമുണ്ട് എന്നുള്ളത്. അവരൊന്നുമില്ല, കുഴപ്പമില്ല, ഞാൻ ഓക്കെ ആണ് എന്ന് തന്നെയായിരിക്കും നിങ്ങളോട് പറയുന്നത്. അപ്പൊ നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് അവരെ ഒന്ന് പുറത്തു കൊണ്ടുപോകാം. അങ്ങനെ പുറത്തു കൊണ്ടുപോയിട്ട് നൈസായിട്ട് നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരു കംഫർട്ട് സോൺ ക്രിയേറ്റ് ചെയ്തിട്ട് അവരോട് ചോദിക്കുക. അപ്പൊ അവർ നിങ്ങളോട് ഓപ്പൺ ആയിട്ട് അവരുടെ പ്രശ്നം എന്താണെന്നുള്ളത് പറയും. അങ്ങനെ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് കഴിയുന്ന ഒരു സൊല്യൂഷൻ അതിന് ഉണ്ടാക്കി കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് സൊല്യൂഷൻ ഒന്നും ഉണ്ടാക്കി കൊടുക്കാൻ സാധിച്ചില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ആ ഒരു സപ്പോർട്ട് അവരെ അറിയിക്കാൻ അല്ലെങ്കിൽ ആ ഒരു ഇമോഷണൽ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയും. ഇനി നാലാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവൾ റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം, ആ ഒരു സ്റ്റേറ്റ്മെന്റ് നോട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഇപ്പോ ഒരു ഫൈറ്റ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലോ അല്ലെങ്കിൽ നിങ്ങളുടെ മാരീഡ് ലൈഫിലോ ഉണ്ടാവാണ്. അപ്പൊ ആ ഫൈറ്റില് ഒരു പെർട്ടിക്കുലർ ഇൻസിഡന്റ് അവൾക്ക് ഹേർട്ട് ആയിട്ടുള്ള, നിങ്ങൾ പറഞ്ഞ എന്തെങ്കിലും ഒരു വാക്കാവാം അവളെ വേദനിപ്പിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് നിന്നുള്ള എന്തെങ്കിലും ഒരു പ്രവൃത്തിയാവാം. ഒരു പെർട്ടിക്കുലർ ഇൻസിഡന്റ് നമ്മൾ എടുക്കാം. അപ്പൊ ആ ഒരു സംഭവം ഇവര് നമ്മളുടെ ഫൈറ്റ് ഉണ്ടാവുന്ന സമയത്ത് റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, നീ അന്ന് എന്നെ അങ്ങനെ വേദനിപ്പിച്ചില്ലേ, നീ അന്ന് എന്നെ അങ്ങനെ വേദനിപ്പിച്ചില്ലേ. ഒരു പെർട്ടിക്കുലർ ഇൻസിഡന്റ് കിട്ടോ, അതായത് ഒരു പ്രത്യേക തരം കാര്യം മാത്രം.
അത് ഒരു ഫൈറ്റിൽ പറയുന്നു, രണ്ടാമത്തെ ഫൈറ്റിൽ പറയുന്നു, വീണ്ടും നിങ്ങൾ ആർഗ്യുമെന്റ് ഉണ്ടാകുമ്പോൾ അവരത് റിപ്പീറ്റ് ചെയ്യുന്നു. അപ്പൊ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവള് ഒരു തെറ്റന്നെ പറഞ്ഞ് നമ്മളെ ടോർച്ചർ ചെയ്യാണെന്നാണ് പല പുരുഷന്മാരും വിചാരിക്കുന്നത്. പക്ഷെ ഇത് നിങ്ങളെ ടോർച്ചർ ചെയ്യാൻ വേണ്ടി പറയുന്നതല്ല. ആക്ച്വലി അവളുടെ ആ ഒരു മുറിവ്, അവൾക്ക് ഉണ്ടായിട്ടുള്ള ആ ഒരു വേദന മാറിയിട്ടില്ല, അത് ഹീലായിട്ടില്ല എന്നാണ് അവിടെ സൂചിപ്പിക്കുന്നത്. മേ ബി നമ്മൾ അതിന് സോറിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കാം. പക്ഷെ എങ്കിൽ പോലും അവരിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ അവർക്കത് അത്രയും അധികം വേദനിച്ചിട്ടുണ്ട്, ആ വേദന ഇതുവരെ മാറിയിട്ടില്ല എന്നാണ് അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നത് അവളോട് സംസാരിക്കുക, ആ ഒരു പെയിനിന് എന്ത് രീതിയിലുള്ള സൊല്യൂഷനാണ് അവൾ ആഗ്രഹിക്കുന്നതെന്ന് ചോദിക്കുക, ആ രീതിയിൽ ആ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഇനി അഞ്ചാമത്തെ കാര്യം, ജഡ്ജ്മെന്റ് ഇല്ലാതെ സംസാരിക്കാനുള്ള ഒരു സേഫ് പ്ലേസ് അവൾക്ക് കൊടുക്കുക എന്നുള്ളതാണ്. എന്താണ് ഈ ജഡ്ജ്മെന്റ് ഇല്ലാതെ സംസാരിക്കാനുള്ള സേഫ് സ്പേസ് എന്ന് നിങ്ങൾക്ക് അറിയോ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് എല്ലാ സ്ത്രീകളും നമ്മളുടെ ലൈഫിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്. അപ്പൊ ഇവരിതെല്ലാം വന്ന് പറയുന്നത് ആരോടായിരിക്കും? നമ്മുടെ പാർട്ട്ണറിനോടായിരിക്കും. അപ്പൊ പാർട്ട്ണറിനോട് വന്ന് പറയുന്ന സമയത്ത് പാർട്ട്ണർ പറയാണ്, ഓ ഇതിപ്പോ ഈ ഒരു ചെറിയ കാര്യമാണ്, ഇതിനാണോ നീ ഇത്രയും വലിയ എക്സ്പ്രഷൻ ഇടുന്നത്, അല്ലെങ്കിൽ ഇത്രയും എക്സൈറ്റഡ് ആവുന്നത് ഈ ചെറിയ കാര്യത്തിനാണോ? അല്ലെങ്കിൽ ഇപ്പം അവര് ജസ്റ്റ് അടുക്കളയിൽ കയറിയ സമയത്ത് അവരുടെ കൈ മുറിഞ്ഞു, അപ്പൊ അവര് നിങ്ങളോട് വന്ന് പറയണം എന്റെ കൈ ഇന്ന് മുറിഞ്ഞു, കയ്യിൽ മുറിവായി എന്ന് വന്ന് പറയുന്ന സമയത്ത്, ഓ ചെറിയൊരു കയ്യിൽ മുറിവായിനാണോ നീ ഇത്രയും ഇമോഷണൽ ആയിട്ട് കാര്യങ്ങൾ പറയുന്നത്? അങ്ങനെ നമ്മൾ പറയാറുണ്ട് പലപ്പോഴും. പക്ഷെ അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ അവിടെ ചെയ്യുന്നത് അവരെ ജഡ്ജ് ചെയ്യാണ്, അല്ലെങ്കിൽ അവർ പറഞ്ഞ ആ ഒരു കാര്യത്തിനെ അവരുടെ ആ ഒരു കംപ്ലീറ്റ് ആ പറഞ്ഞ ആ ഒരു മൊമെന്റിൽ ഉണ്ടാകുന്ന ആ ഒരു എക്സൈറ്റ്മെന്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ കംപ്ലീറ്റ്ലി ഇല്ലാണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ രീതിയിൽ നിങ്ങൾ ചെയ്യുന്നതിലൂടെ അവരുടെ ഉള്ളിലേക്ക് കിട്ടുന്നത്, ഞാൻ അവരോട് എന്ത് വന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവരത് ആ ഒരു സെൻസിൽ എടുക്കാതെ എന്നെ മാക്സിമം കുറ്റപ്പെടുത്താനാണ് ശ്രമിക്കുന്നത്. അപ്പൊ എനിക്കത് അവിടെ ഒരു സേഫ് പ്ലേസ് അല്ല ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ള ഒരു കാര്യമാണ് നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറുടെ മൈൻഡിലേക്ക് കൊടുത്തോണ്ടിരിക്കുന്നത്. അപ്പൊ ഇത്തരത്തില് ഒരു ഇൻസിഡന്റ് ഉണ്ടായി, രണ്ടാമത്തെ ഇൻസിഡന്റ് ഉണ്ടായി, അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഇൻസിഡൻസ് ഉണ്ടാകുമ്പോൾ പിന്നീട് അവർക്കൊന്നും നിങ്ങളോട് വന്ന് പറയാൻ തോന്നില്ല. കാരണം നിങ്ങൾ അവരെ ജഡ്ജ് ചെയ്യാണെന്നുള്ള ഒരു കാര്യം അവരുടെ മൈൻഡിൽ ഉണ്ടായിരിക്കും. അങ്ങനെ ആവുന്ന സമയത്ത് അവർക്ക് നിങ്ങളുടെ അടുത്ത് ഒരു സേഫ് പ്ലേസ് ഉണ്ടാവില്ല. മറിച്ച് നിങ്ങൾ അവരെ ജഡ്ജ് ചെയ്യാതെ അവർ പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ട് നിങ്ങൾ അതിനനുസരിച്ച രീതിയിൽ റെസ്പോണ്ട് ചെയ്തിരിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അവളുടെ കംഫർട്ട് സോൺ എന്ന് പറയുന്നത് നിങ്ങളായിരിക്കും. ചില സിറ്റുവേഷനിലൊക്കെ ഈ സ്ത്രീകൾ ചില തെറ്റുകൾ ചെയ്തിട്ടുണ്ടാവുമല്ലോ, ഈ തെറ്റുകൾ പോലും ഇത്തരത്തിൽ കംഫർട്ട് സ്പേസ് ഒരുക്കി കൊടുക്കുന്ന ഹസ്ബൻഡുമാരോട് അല്ലെങ്കിൽ പാർട്ട്ണറിനോട് അവരൊരു കുമ്പസാരം അല്ലെങ്കിൽ ആ ഒരു കുറ്റബോധം മൂലം അവർ തുറന്നു പറയാറുണ്ട്. ആ തുറന്നു പറയാനുള്ള ഒരു ധൈര്യം അല്ലെങ്കിൽ ആ ഒരു സ്പേസ് അവർക്ക് കിട്ടുന്നത് ഈ പാർട്ട്ണർ അവൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന കംഫർട്ട് സോണിലൂടെയാണ്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ അവരെ ജഡ്ജ് ചെയ്യാതെ കേൾക്കുകയാണെങ്കിൽ അവരുടെ എല്ലാ കാര്യങ്ങളും അവരുടെ എല്ലാ സീക്രട്ടുകളും അവർ നമ്മുടെ അടുത്ത് തനിയെ ഓപ്പൺ ആയിട്ട് പറയുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒരു സ്ത്രീയുടെ മനസ്സ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു പുരുഷൻ ശ്രമിക്കുക എന്ന് പറയുമ്പോൾ അത് അവളെ ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവളുടെ മൈൻഡ് റീഡ് ചെയ്ത് അവളുടെ ഉള്ളിലുള്ളത് എന്താണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടോ ആയിരിക്കരുത്. അവളെ മനസ്സിലാക്കേണ്ടത് അവളുടെ ഇമോഷൻസ് മനസ്സിലാക്കുന്നതിലൂടെയാണ്, അവളുടെ സന്തോഷങ്ങൾക്ക് വേണ്ടിയിട്ട് അവളുടെ കൂടെ നിൽക്കുന്നതിലൂടെയാണ്. സോ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിനെ കുറിച്ചിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്നുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ സജഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. കൗൺസിലിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സർവീസുകൾ ആവശ്യമാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ ഇറ്റ്സ് മീ റാഷ്ന സൈനിങ് ഓഫ്.